ഹായ് ഹലോ, ഇന്നും നമ്മളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ജെയ്തൂൺക്ക് മോൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പോയത് കോട്ടക്കുന്നിലേക്കായിരുന്നു കേട്ടോ, മലപ്പുറത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോട്ടക്കുന്നിലെത്തി. വൈകുന്നേരം ഒരു 4:30യോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ കോട്ടക്കുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതിനുള്ളിലോട്ട് കയറി. ഒരു പാർക്കാണ് കേട്ടോ. സത്യം പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ആദ്യമായിട്ടാണ് പോണത്, അപ്പോൾ അറിയില്ല കേട്ടോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ നേരെ കയറുമ്പോഴതന്നെ ഫുഡ് സ്ട്രീറ്റ് പറഞ്ഞിട്ട് സൈഡിലൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുള്ളതുണ്ട്. പിന്നെ മുകളിലോട്ട് കയറി കഴിഞ്ഞാലാണ് കേട്ടോ നമുക്ക് കാണാനുള്ളതൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ചധികം സ്റ്റെപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും പാടെ മുകളിലോട്ട് കയറുകയാണ്. ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഭയങ്കര ഇടങ്ങറായിട്ട് മാറിയിട്ടാണ് നടത്തുന്നത്. കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഫസ്റ്റൊക്കെ വലിയ ഇൻട്രസ്റ്റിൽ നമ്മൾ നടന്നു. പിന്നെ അനസും നാഫിലും പാടെ പെട്ടെന്ന് എത്തിയിട്ടോ. ഞാനും മോളിക്കും പാടെ പിന്നെ മെല്ലെയാണ്. ഇക്കാൻ്റെ കയ്യിൽ അർസും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് കയറി പോകാനൊന്നും പറ്റിയില്ല. നമ്മൾ പോണ വഴിയിൽ തന്നെ ഇപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് നല്ല ഫോട്ടോസ് എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല റെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് മേലേക്ക് കയറാം കേട്ടോ. നമ്മളിപ്പോൾ പെട്ടെന്ന് മേലേക്ക് കയറാനായിട്ടോ നോക്കിയത്, അധികം റെസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല. അങ്ങനെ അതാ നമ്മൾ മേലെ എത്തിയിട്ടോ. അനസും നാഫിലൊക്കെ ആദ്യം തന്നെ എത്തി. അവിടെ നമ്മളെ കാത്തു നിൽക്കായിരുന്നു. അങ്ങനെ മേലെ എത്തി വിടണം. പിന്നെ അവിടെ ഹൈഡ്രജൻ ബലൂൺ കണ്ടപ്പോൾ പിന്നെ അർജുന് ഹൈഡ്രജൻ ബലൂൺ വാങ്ങാൻ നിന്നിട്ട് നമ്മൾ ആദ്യം തന്നെ. അങ്ങനെ ഞങ്ങൾ കയറ്റൊക്കെ കയറി വന്ന ക്ഷീണം മാറ്റാനായിട്ട് ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് പോയത്. ആദ്യം തന്നെ പോയത് സൈക്കിൾ പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ നല്ല രസമാണ് കേട്ടോ, ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ അവിടെ. അതുപോലെ കുറച്ച് ദൂരം ഇതുപോലെ നടക്കാനും ഇങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്ത് ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട് അവിടെ. അങ്ങനെ കുറച്ച് ദൂരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് മിറാക്കിൾ ഗാർഡനിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മിറാക്കിൾ ഗാർഡനിലെത്തി. അവിടെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണേ. ഇതിൻ്റെ ഉള്ളിൽ കയറിയ നല്ല രസമാണ് കേട്ടോ. ചെടികളും പൂക്കളും അതുപോലെ തന്നെ ഐ ലവ് കോട്ടക്കുന്ന് എന്നൊക്കെ എഴുതിയിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ ഫോട്ടോസ് എടുക്കാനായിട്ട്. നമുക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ മിറാക്കിൾ ഗാർഡന്. പിന്നെ പലതരം ചെടികളും പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ വെട്ടി നിർത്തിയിട്ടും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ.
പിന്നെ അതാ ഇവിടെ തന്നെ പഴയ വീടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പഴയ കാലം മണ്ണിൻ്റെ ഒക്കെ വീടില്ലേ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ വീട് മാത്രമല്ല, പഴയ കാലത്തെ ചായപ്പീടിയും അതുപോലെ തന്നെ വായനശാല അങ്ങനെ കുറച്ച് ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുറച്ച് നീങ്ങിയാൽ 3D ഫോട്ടോസ് എടുക്കാനും പറ്റിയതുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഫോട്ടോ എടുത്താലാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയാം കേട്ടോ. നമ്മൾ 3D ആയിട്ട് ചെയ്തിട്ട് കുറേ പിക്ചറുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം നടന്ന് പോയാൽ ഇതാ ഒരു അറബി നാട്ടിലെത്തിയ പോലെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒട്ടകങ്ങളും ഈത്തപ്പനകളും അതുപോലെ തന്നെ കുടിലൊക്കെ ആയിട്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പെട്ടെന്ന് നമ്മളൊരു അറബി നാട്ടിലെത്തിയ ഒരു ഫീൽ കിട്ടും കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറച്ചതുപോലെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ സൈക്കിൾ ഡ്രോപ്പിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും നമ്മൾ കയറാൻ നിന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് റൈഡിൽ കയറാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവനും കൂടിയും പറ്റിയ റൈഡായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മൾ ട്രെയിനിലാണ് കയറിയത്. ഞങ്ങൾ 4 ആളും പാടെ ട്രെയിനിൽ കയറി കേട്ടോ. പിന്നെ അറവിൻ നാഫിലും പാടെ ഈ റൈഡിലും കയറി കേട്ടോ. ഇതിൽ കുട്ടികൾ കയറുമ്പോൾ അർജുന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അവനും കയറണം പറഞ്ഞിട്ട്. പിന്നെ അവന് അതിൽ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തത് ഈ ബസ്സിൽ കയറുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അറവിൻ നാഫിലും അർജുനും പാടെ ഈ ബസ്സിൽ കയറിയിട്ട് ഒരു റൗണ്ടൊക്കെ കറങ്ങി വന്നു കേട്ടോ. പിന്നെ കുട്ടികൾ ഈ ജമ്പിയണയിലും കയറി കേട്ടോ. നാഫിലും അർജുനും പാടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിൽ കുറേ നേരമൊക്കെ കളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. ഒരു മൈരിബോട് കൂടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അർജുനെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അവന് കളി നിർത്തണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുവിധമൊക്കെ ഞങ്ങൾ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് മടങ്ങുകയാട്ടോ ചെയ്തത്. പിന്നെ പോണ വഴിയിൽ തന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫലൂദയും ഷവർമൊക്കെ കഴിച്ചു. അപ്പത്തിന് എൻ്റെ ഫോണിലത്തെ ചാർജൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.